ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. PSCയുടെ ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷാ കലണ്ടർ നിലവിൽ വന്നു. അത് പ്രകാരം എല്ലാവരും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ASM അഥവാ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ഇനിയും കൺഫർമേഷൻ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ 11 കൺഫർമേഷൻ പിന്നെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർക്കുക, നമുക്ക് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എത്രയും വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഡേറ്റ് ഒന്നോടെ ശ്രദ്ധയിൽ വെക്കുക. ജൂൺ 11 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. ഇതുവരെയുള്ള ജില്ല തിരിച്ചുള്ള അപേക്ഷകൾ നമുക്കൊന്ന് നോക്കാം. അതായത് നിലവിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് എത്ര പേരാണെന്ന് നോക്കാം ജില്ലാ അടിസ്ഥാനത്തിൽ. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ 87,496 പേരാണ്. കൊല്ലം ജില്ലയിൽ 51,618 പേരാണ്. പത്തനംതിട്ട ജില്ലയിൽ 17,846, ആലപ്പുഴ 35,646 പേര്, കോട്ടയം 23,715, ഇടുക്കി 16,752, എറണാകുളം 42,715, തൃശ്ശൂർ 34,174, പാലക്കാട് 49,240, മലപ്പുറം 46,789, കോഴിക്കോട് 53,962, വയനാട് 15,200, കണ്ണൂർ 34,244, കാസർഗോഡ് 17,877 പേരുമാണ് എന്ത് ചെയ്തേക്കുന്നത്, നിലവിൽ അപേക്ഷിച്ചേക്കുന്നത്. ഇതിലെ ഏറ്റവും കൂടുതൽ അപേക്ഷ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ എത്രയാണ്? 87,496 പേരാണിത് അപേക്ഷിച്ചിരിക്കുന്നത്. ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ 15,200 പേരുമാണ് എന്ത് ചെയ്തേക്കുന്നത്, നിലവിൽ അപേക്ഷിച്ചേക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് മാസത്തിലാണ് പരീക്ഷ. ഇപ്പോഴെന്ത് ചെയ്തിട്ടില്ല, അപേക്ഷകരുടെ എണ്ണം അനുസരിച്ച് അപേക്ഷകരുടെ എണ്ണം ജൂൺ 11 ശേഷമാണ് കേരള PSCക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ച് അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ എക്സാം 2 ഘട്ടമായിട്ടായിരിക്കും നടത്തുന്നത്, അല്ലാത്ത പക്ഷം 1 ഘട്ടമായിട്ടായിരിക്കും നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഓരോ ജില്ലയിലും അപേക്ഷിച്ചിരിക്കുന്ന അപേക്ഷകരുടെ എണ്ണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ ഏറ്റവും കുറവ് വയനാട് ജില്ലയിലുമാണ്. അപ്പം നിങ്ങൾ ഇനിയും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എത്രയും വേഗം തന്നെ അപേക്ഷിക്കുക. എല്ലാവരും കാത്തിരിക്കുന്ന മികച്ചൊരു അവസരമാണ്. അപ്പോൾ ഒന്ന് ഓർക്കുക, നമ്മൾ കൺഫർമേഷൻ ഡേറ്റ് അടുത്തെത്താറായിട്ടുണ്ട്. ജൂൺ 11 തന്നെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു പോവുക. സിലബസ് മനസ്സിലാക്കി, വെയിറ്റേജ് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. സിലബസ് ഓറിയൻറ്റഡ് ആയിരിക്കണം നമ്മുടെ പഠനം. ഇനിയുള്ള ടൈമിൽ നമ്മൾ മാക്സിമം PYQs ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ പറ്റുന്ന അത്ര മോക്ക് ടെസ്റ്റുകൾ എഴുതി പരിശീലിച്ച് തന്നെ പോവുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓർക്കുക, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന മികച്ചൊരു അവസരമാണ്. അത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ വിനിയോഗിക്കുക. അപ്പോൾ ഒരു കാര്യം വീണ്ടും എടുത്തു പറയുന്നു, കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ചിട്ടയായ ഒരു പഠനവും നിങ്ങൾ എന്ത് ചെയ്യുക, നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ കൺഫർമേഷനൊക്കെ കൊടുത്തിട്ട് മാത്രം കാര്യമല്ല അല്ലേ, നമ്മൾ അപ്ലൈ ചെയ്തിട്ടേ കാര്യമല്ല നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലേ. നമ്മൾ ചുമ്മാ ചെന്ന് അപ്ലൈ ചെയ്തിട്ട് പഠിച്ചില്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്തു, കൺഫർമേഷൻ കൊടുത്തു, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അല്ലേ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതിയാൽ മാത്രമാണ് നമുക്കതിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക, സ്മാർട്ട് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. നമ്മുടെ മുമ്പിൽ ഇനി 2 മാസം കഷ്ടിയാണുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് SCERT ഫാക്ട്സും അതുപോലെ തന്നെ PYQസും ഒക്കെ ഉൾപ്പെടുത്തി തന്നെ ASMൻ്റെ കോഴ്സ് ആരംഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.